ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ വീടിൻ്റെ തൊട്ട വീട്ടിലുള്ള ചേച്ചിയുടെ വീട്ടിലെ ചെടികളുടെ അവർ ടെറസിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ചെടികളുടെ വീഡിയോ ആണ് എടുക്കാൻ പോണത്. അവർക്കും അവരുടെ മകന് ചെടിയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ കേരളത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ അവർ നിറയെ ചെടി പറിച്ചിട്ട് വരും. അവിടെ നിറയെ ഇത് കണ്ടില്ലേ, ഞാൻ മഞ്ഞ കളർ ജമന്തി. ഇത് നമ്മുടെ നാട്ടിൽ നിറയെ ഉണ്ടാവും, കൂർക്കച്ചെടി എന്ന് പറഞ്ഞത്. ഇത് നമ്മളെ ഇത് എന്താ പറയുക, ഇതിനെന്താ പേര്, ഇതിനെന്താ ചേച്ചി എന്താണ് പേര് പറയുക? നിശാഗന്ധി. ഇതാ അത്. പിന്നെ നമ്മളെ നാട്ടിൽ 10 മണി എന്ന് പറയില്ല, ഇതാ അത്. അതിൻ്റെ ഉള്ളിൽ കൂടെ നിറയെ കഞ്ഞുണ്ണി വന്നിട്ടുണ്ട്. പിന്നെ നിത്യകല്യാണിയൊക്കെ നല്ല പൂവ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതും ഒരു കൂർക്കച്ചെടി, നമ്മളെ നാട്ടിലെ കൂർക്കച്ചെടിയിലെ വേറൊരു വെറൈറ്റി പൂ വന്നിട്ടുണ്ടല്ലേ. ഇതൊരു ചെമ്പരത്തി. പിന്നെ ഇതൊരു ചെടി കറ്റാർ വാഴ. ഇത് ചീനമുളകിൻ്റെ ചെടിയും കഞ്ഞുണ്ണിയൊക്കെ പാടെ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇത് നമ്മളെ നാട്ടിൽ തെച്ചിപ്പൂവിൻ്റെ ഇതിൻ്റെ വേറെ കളറൊക്കെ ഉണ്ടല്ലോ, പൂ നിറയെ വന്നിട്ടുണ്ട്. ഇത് 10 മണി ചെടി റോസ് കളറിൽ, തുളസി. ഇത് വീട്ടിൽ വെച്ചാൽ നല്ലതാണ് അത്ര. കഞ്ഞുണ്ണിയല്ല, അതെന്താ മൈലാഞ്ചി വീട്ടിൽ വെച്ചാൽ നല്ലതാണെന്ന് പറയണത് കൊണ്ട് ഞങ്ങൾ ഇവിടെ എല്ലാവരും വെക്കും. ഓരോ ചെടികൾ ഓരോന്ന് എന്താണെന്നറിയില്ല. ഇതിൻ്റെ പേരെന്താന്ന്? തുത്തിയില. അതാ തമിഴിലാണിത്. തുത്തിയില പൈൽസിന് നല്ലതാണെന്നാണ് പറയുന്നത്. എനിക്ക് എന്താണെന്നറിയില്ല സത്യത്തിൽ. പിന്നെ ഇതാ തക്കാളി കണ്ടില്ലേ, തക്കാളി വന്നിട്ടു നിറയുണ്ട്. പിന്നെ ഇതൊരു ചെമ്പരത്തി, അടുക്ക് ചെമ്പരത്തി അത്ര ആണല്ലേ. അവർക്കതൊക്കെ ഇതിലാണ് വെച്ചത്, ചെറിയ ചട്ടിയിൽ വെച്ചതാണല്ലേ. ഇത് നമ്മളെ കാടിക്കൂർക്ക. ഇത് വെച്ചാൽ ഒരു മകം വരുന്ന ഇവിടുന്ന് താമരയുടെ ഇത് കണ്ടില്ല, താമര എത്ര അത് അല്ലിച്ചെടി എത്ര ആമ്പലെന്നാണ് തോന്നണം. അപ്പോഴേക്ക് താമരയല്ല, അല്ലിച്ചെടി എന്ന് പറയുമ്പോൾ അല്ലിയാമ്പൽ, നമ്മുടെ നാട്ടിൽ അല്ലിയാമ്പലെന്ന് പറയില്ല, അതാവുമെന്നാണ് തോന്നണേ. ഇത് റോസ്. ഇതിന് നിറയെ പൂവുണ്ടാവും. ഇപ്പം മുട്ടുണ്ടായി നിറയെ പൂവുണ്ടാവില്ല. നല്ല റെഡ് കളർ, നല്ല റോസാണ്. ഇതൊരു ചട്ടിയിലാണ് വെച്ചത്. പക്ഷേ ഇതിനെന്താണെന്ന് വെച്ചാൽ ഇതൊരു മുട്ടത്തോടും ചായപ്പൊടിയുടെ ചണ്ടി, മധുരമില്ലാത്ത ചായപ്പൊടിയുടെ ചണ്ടിയൊക്കെ ഇട്ട് കൊടുക്കും ഇത്ര പൊടിച്ചിട്ട്. നിറയെ പൂ വരാറുണ്ട് മുമ്പിൽ. പിന്നെ അവർ ഇവിടെ കണ്ടില്ലേ, അവരുടേതായ ഒരു അടുപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെടികളൊക്കെ. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ചെടികളാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഉള്ള ചെടിയാണ് കണ്ടില്ലേ, കാപ്പി കളറുള്ള വലുതായിട്ടുണ്ടാവില്ല അത്. പിന്നെ കണ്ടില്ലേ, ഇത് ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ അതിൽ മീൻ ഇതാ മേലെ വന്നു. കാണുമെന്നറിയില്ല നിങ്ങൾക്ക്, ചെറിയ മീനായിട്ട് എന്താ മേലെ ഉണ്ട്, കുഞ്ഞു മീൻ കൊണ്ടുവന്നിട്ടിരിക്കുന്നുണ്ടോ. എന്നിട്ട് ഇതൊക്കെ അവരുടെ മകൻ്റെ പണിയാണ്. അത് അവർ കാണിക്കുന്നുണ്ട്. ഇത് കാണുന്നുണ്ടോ എന്നറിയില്ല, എനിക്ക് പുറത്ത് ക്യാമറയുടെ ഉള്ളിൽ കൂടെ കാണാനില്ല. വെയിൽ വേറെ അടിക്കണോ കാണാനില്ല, പക്ഷേ നിങ്ങൾക്ക് ഇതിൽ കാണും തോന്നും. ഇത് കണ്ടില്ലേ, സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് ഇവർ വീടിൻ്റെ ഉള്ളിലാണ് വെച്ചത്. ഇത്ര ഭംഗിയായിട്ട് വെച്ചത് നോക്കി, വലിയ ടബിൽ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് സ്നേക്ക് പ്ലാന്റ്. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുക്കുന്നതാണിത്. ഇത് നമ്മുടെ നാട്ടിൽ എനിക്കറിഞ്ഞുകൊടുത്താൽ നമ്മുടെ നാട്ടിൽ ഇത് കിണറിൻ്റെ വക്കിലൊക്കെ ഉണ്ടാവില്ലേ, കിണറിൻ്റെ അങ്ങനത്തെ ഒരു ചെടിയാണെന്നാണ് തോന്നുന്നത്. എനിക്ക് കണ്ടുകൊടുത്തോളം ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് എവിടെയൊക്കെ നാട്ടിൽ. പിന്നെ ഇതൊക്കെ ഭംഗിയുള്ള വേറെ എന്തൊക്കെ ചെടിയാണ്. പിന്നെ ഇതൊക്കെ ഈ ക്രോട്ടൻസ് എന്നാണ്, അതിനെന്താ പേരെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിന് വെള്ളം അധികം നിറയെ വേണ്ട, അത്രയൊന്നും അങ്ങനെ ഉണ്ടാവും എന്നാണ് പറയണത്. കണ്ടില്ലേ, ഇത് അങ്ങനത്തെ ടൈപ്പിൽ നിറയെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പേര് ഇപ്പോൾ ഒരു മകൻ തന്നെ അറിയുള്ളൂ, എനിക്കൊന്നും അറിയില്ല. ചെടിയൊക്കെ നിറയെ വെച്ചിട്ടുണ്ട്. കാണാനുണ്ടോ നിങ്ങൾക്ക്? കണ്ടില്ലേ, അങ്ങനത്തെയൊക്കെ ചെടി നിറയെ വെച്ചിട്ടുണ്ട്. അവൻ ഇങ്ങനത്തെ ചെടികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ മകൻ വെച്ചിട്ട് പോവും. അമ്മയ്ക്കാണ് അതിൻ്റെയൊക്കെ മെയിൻ്റനൻസിൻ്റെ പണി.
ഒരു വീടിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ വെച്ചിരിക്കുകയാണ് ചെടി. ഇനി ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടില്ലേ, വാങ്ങല്ലേ, മുളച്ചെടി, ചൈന ചെടി എന്നൊക്കെ പറയുന്നതിന് എന്താ പേരൊക്കെ, വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് അറിയില്ല എനിക്ക്. ഇതും ഇങ്ങനെ ക്രോട്ടൺസാണ്. ഇതിങ്ങനെ തൂങ്ങി നിൽക്കണ മാതിരി ഉണ്ടാവണം അത്രേ. പിന്നെ ഇത് മണി പ്ലാന്റൊക്കെ വെച്ചിരിക്കുകയാണ്. ഇത് 2 ടൈപ്പ്, ഒന്ന് വെള്ളയും ഒന്ന് നമ്മളെ നാട്ടിൽ സാധാരണ വെള്ള കളറ് ഉണ്ടല്ലോ. ഈ ചെടിയുമ്പിലാണ് ഇതിൽ റെഡ് കളറിലൊരു പൂ ഉണ്ടാവും. പിന്നെ അതൊക്കെ 10 മണി, കറ്റാർ വാഴ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നേരെ അപ്പുറത്ത് എൻ്റെ വീടാണ്. ഈ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് കണ്ടില്ലേ. ഇതാണ് ഞാൻ വെച്ചിരിക്കുന്ന പ്ലാന്റ്. കുറച്ചെണ്ണേ വെച്ചിട്ടുള്ളൂ, കാണാണ്ടെങ്കിൽ വിചാരിക്കുന്നുണ്ട്. ഇതവർ പുറത്ത് കൂടെ വെച്ചിട്ടുണ്ടല്ലേ, നിത്യകല്യാണി. അത് വെള്ളയും വെച്ചിട്ടുണ്ട്, വയലറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പവിഴമല്ലി, മൈലാഞ്ചി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അവരുടെ വീട്ടിലുള്ള ചെടികൾ. ഞാൻ വീഡിയോ നിർത്തുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ എഴുതണം. എല്ലാവരും വീഡിയോ കാണണം. താങ്ക് യു.